ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല രട്ടിപ്പൊളി ഒരു മിഠായി എന്ന് തന്നെ പറയാം. എനിക്കിതിന് പ്രത്യേകിച്ച് പേരൊന്നും അറിയില്ല കേട്ടോ. നല്ല ഒരു അവിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേന് ഇതുപോലെ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഏത് മക്കളും, അവിൽ തിന്നാത്ത മക്കൾ, നമ്മുടെ ശരീരത്തെ ഹെൽത്തി ഒക്കെ ഉള്ള ഒരു സംഭവമാണല്ലോ അല്ലേ ഈ അവിൽ, കടല, തേങ്ങ. അപ്പോൾ തേങ്ങയും അവിലും കടലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ ഒരു അടിപൊളി മിഠായി നമുക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ കടല മിഠായി എന്ന് പറയാം, അവിൽ മിഠായി എന്ന് പറയാം, അങ്ങനെ പലതും പറയട്ടോ. അപ്പം നമ്മൾ ഒരു അവിൽ മിഠായി തന്നെ അങ്ങോട്ട് പറയാണ്. അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് കടല. അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം കടലൊക്കെ ഇടാൻ പറ്റുമോ അത് അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഈ കാണുന്ന തേങ്ങ ഒന്നല്ല ഇട്ടിട്ടത്, അത്രയും കൂടെ തേങ്ങ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലല്ല കേട്ടോ കടലയും ഇട്ടത്, അതിനെക്കാട്ടിയും കടല ഇട്ടിട്ടുണ്ട്. പിന്നെ ശർക്കര, 4 ശർക്കര, പിന്നെ അവിൽ, ആ പാത്രത്തിന് അവിലുമാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെക്കാട്ടി വലിയ പാത്രമൊന്നും ഇല്ലേനി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചെറിയ പാത്രത്തിൽ കുറച്ച് തേങ്ങയും കടലും ശർക്കര പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടിയൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്ന വിധം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഗ്യാസുമേൽ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രത്തിന് അവിലൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചൂടായി വരുമ്പോൾ നമ്മൾ കൈമേൽ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ നല്ലൊരു പൊടിഞ്ഞു പോകുന്ന രൂപത്തിലാവും കേട്ടോ. കുറച്ച് സിമ്മിലാക്കിയിട്ട് തന്നെ ചെയ്യണം. ഇത് ഒന്നായിട്ട് തീ അങ്ങോട്ട് കൂട്ടി കൊടുത്താൽ നമ്മൾ അവിലിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോകും കേട്ടോ. അപ്പോൾ അവിലിൻ്റെ കളറൊന്നും മാറാത്ത രീതിയിൽ അതൊക്കെ ഒന്ന് നല്ലോണം ചൂടാക്കി കൊടുക്കുക. സിമ്മാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ അപ്പുറത്തെ ഗ്യാസുമേൽ ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. പക്ഷേ 1 ഗ്ലാസ് വെള്ളം വേണ്ട കേട്ടോ, ഒരു 3/4 ഗ്ലാസ് വെള്ളം മതി. അപ്പോൾ ഞാൻ ലേശം നമ്മളെ ശർക്കര വെള്ളം ബാക്കി കഴിഞ്ഞിട്ടോ. അപ്പോൾ 4 ശർക്കരയും ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ശർക്കരയൊക്കെ ഉരുക്കി വെക്കട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ അവിലൊക്കെ നല്ലോണം നെരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടായി കൈകൊണ്ട് ഇങ്ങനെ പൊടിഞ്ഞ രൂപത്തിലായിട്ടുണ്ട്. അപ്പം ഞാൻ ആ ചൂടത്ത് നമ്മളെ തേങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും അതുപോലൊക്കെ ഒന്നും കൂടെ ചൂടായി വരട്ടെ. അപ്പോൾ ഇതിന് നമ്മൾ കടലൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് അവിടെ ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി നമുക്ക് ഒന്ന് മിക്സിക്ക് മാറ്റി എടുക്കണം. എന്നിട്ട് നമുക്ക് കടലൊന്ന് ചൂടാക്കി വരാം കേട്ടോ. അങ്ങനെ നമ്മളെ അവിലും തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നല്ലോണം അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊരു ഭാഗത്ത് നമ്മളെ കടലൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതും ഒന്ന് മിക്സിയിലിട്ട് കണ്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ ഒരു കഷ്ണമായിട്ടുള്ള നമ്മൾ ഈ മിഠായി തിന്നുമ്പം കടിക്കണം കേട്ടോ, ആ രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതും മിക്സിയിലിട്ട് കണ്ട് ഒന്നങ്ങോട്ട് പൊടിച്ചെടുത്ത് വരുമ്പം പിന്നെ നമ്മൾ ഈ പാത്രം നമ്മൾ ഗ്യാസിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് തോന്നിയത് ഈ പാത്രം ഒന്നും തികയൂലാന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ അവിലിൻ്റെ പൊടിയും കടലപ്പൊടിയും ഒക്കെ അങ്ങോട്ട് ആയപ്പോത്തിന് കുറച്ച് അധികമുള്ള മാതിരി തോന്നി. അപ്പം പിന്നെ പാത്രം അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പാത്രമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് അവിലിൻ്റെ പൊടിയും അവിലും തേങ്ങയൊക്കെ ഇട്ട് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചൊന്ന് ക്രഷ് ചെയ്ത പാത്രം ഇതുണ്ടല്ലോ കടല, അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് പിന്നെ ഒരു നുള്ള് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തത്.
പിന്നെ നമ്മൾ ഒക്കെ അതും ഒന്ന് യോജിപ്പിച്ച ശേഷമാണ് പിന്നെ നമുക്ക് അതിൻ്റെ മെയിനായിട്ടൊരു സാധനം കൂടെ ഇടാനുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ മിൽമൻ്റെ നെയ്യാണ്. അതും കൂടെ ഇട്ടുകാണ്ട് ഒന്ന് നല്ലോണം യോജിപ്പിച്ച് എടുക്കുക. അങ്ങനെ നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഒന്നും കൂടെ ഉണങ്ങി വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഉള്ള ശർക്കര വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെയും നല്ലോണം യോജിപ്പിച്ച ശേഷമാണ് കേട്ടോ ഞാൻ നെയ്യിട്ട് കൊടുത്തത്. ഈ ഒരു വീഡിയോ എടുത്തിട്ട് 2 ആഴ്ചത്തെ ലെയറായിട്ടോ. പിന്നാണ് നമ്മളെ കുടുംബസംഗമവും ഓണവും മദ്രസിലെ പരിപാടിയും ഒക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ അന്നന്ന് ആ ദിവസം തന്നെ ഇട്ടതുകൊണ്ട് ഈ ഒരു വീഡിയോ നേരം വൈകി. അപ്പോൾ എന്താണ് ഞാൻ ആദ്യം ചെയ്തതെന്നൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അത് ആദ്യം ചെയ്താലും പിന്നെ ചെയ്താലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ശർക്കരയൊക്കെ നല്ലോണം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് നമ്മൾ നെയ്യൊക്കെ ഇട്ട് ഉരുക്കിയിട്ട് വീണ്ടും നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൈമേൽ ഇങ്ങനെ ഉരുളാക്കുമ്പോൾ അങ്ങനെ കട്ട പിടിക്കുന്ന രീതിയിലുള്ള സൈസിലാവണം കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ നമ്മളത് നല്ലോണം സെറ്റായ ശേഷം നമ്മളൊരു മൂടി എടുക്കുക. മൂടി ആയാലും കുഴപ്പമില്ല, പിന്നെ ഉരുളാക്കി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വൃത്തിക്ക് നല്ലൊരു മോഡലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു നല്ലൊരു ചെറിയൊരു മൂടി എടുത്തിട്ട് അതിന്മേൽ ലേശം നെയ്യ് പുരട്ടി കൊടുക്കണം കേട്ടോ. നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ദാ ഇതുപോലെ നല്ലോണം അമർത്ത് പിന്നെ ഇങ്ങനെ ഒന്നിങ്ങനെ നെക്കി പിടിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, നമ്മൾ കടലമുട്ടായി ഇങ്ങോട്ട് അടന്നിങ്ങനെ വരും കേട്ടോ. അതുപോലെ എല്ലാ മുട്ടായികളും ഇതേ മൂടിയിൽ ഇട്ടുകാണ്ട് റൗണ്ട് ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. ഇതിങ്ങനെ തിന്നുമ്പോണ്ടല്ലോ കടല കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ അവിൽ മാത്രമാണല്ലോ, കണ്ടാൽ വിചാരിക്കും തിന്നുമ്പോൾ നല്ല അരിയും കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത പോലെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. എന്നിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.